കശുവണ്ടി വികസന കോർപ്പറേഷൻ അഴിമതി കേസ് വീണ്ടും എത്തിയിരിക്കുകയാണ്. ഈ CBI നൽകിയിരിക്കുന്ന പ്രോസിക്യൂഷൻ അനുമതി ഇപ്പോൾ സർക്കാർ തള്ളിയിരിക്കുന്നതാണ് ഇപ്പോൾ ഏറ്റവും പുതിയതായി വന്ന വാർത്ത. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ കശുവണ്ടി വികസന കോർപ്പറേഷൻ്റെ മുൻ ചെയർമാൻ ആർ ചന്ദ്രശേഖരൻ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ആരോഗ്യ പ്രശ്നങ്ങളാൽ വിശ്രമത്തിലായിരുന്നു അല്ലേ? ഇപ്പോൾ അങ്ങയുടെ CBIയുടെ ഇത് അനുമതി സർക്കാർ തള്ളിയിരിക്കുകയാണ് പ്രോസിക്യൂഷൻ. ഇല്ല, അതൊരു സാധാരണ നടപടിക്രമം മാത്രമാണ്. അതായത് ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനും കൂടിയുള്ള ഒരു കേസ് ഒരു അന്വേഷണ ഏജൻസി പ്രോസിക്യൂഷൻ കൊടുക്കണമെങ്കിൽ അതിന് സർക്കാരിൻ്റെ അനുമതി വേണം. അത് സ്വാഭാവിക നടപടികൾ മാത്രമാണ്. ഇതിനൊരു പ്രത്യേകിച്ച് ഒരു നിലപാടും എടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ 2 പ്രാവശ്യം കേരള ഗവൺമെൻറ് ആ പ്രോസിക്യൂഷൻ അനുവാദം നൽകിയില്ല. മൂന്നാമത് വീണ്ടും ചോദിച്ചു, കുറച്ചുകൂടി വ്യക്തമായി പറയണമെന്ന് പറഞ്ഞു. അങ്ങനെയായിരിക്കും ഈ കേരള ഗവൺമെൻറ് അതിലൊരു നിലപാടെടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ വ്യക്തിപരമായി എന്നെ സംബന്ധിച്ച് അതിലെനിക്കൊരു റോളില്ല. സ്വാഭാവികമായിട്ടും സർക്കാരിൻ്റെ നടപടിയാണ്. കേരളത്തിലെ കശുവണ്ടി മേഖല എന്ന് പറയുന്നത് പരമ്പരാഗത വ്യവസായ മേഖലയാണ്. പരമ്പരാഗത വ്യവസായ മേഖലയിൽ ഇന്നത്തെ കാലത്ത് എല്ലാവരും അസ്വസ്ഥരാണ്. തൊഴിലാളികൾക്ക് തൊഴിൽ കൊടുക്കാൻ കഴിയുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ കമ്മ്യൂണിറ്റിയെ, കശുവണ്ടി ആയാലും കയറായാലും കൈത്തറി ആയാലും ഖാദി ആയാലും അതുപോലെ തന്നെ ഈറ്റ കാട്ടുവള്ളി ആയാലും കളിമൺ പാത്ര നിർമ്മാണമായാലും കരകൗശലമായാലും ഇതൊക്കെ ഒരു പരമ്പരാഗതമായി വൈദഗ്ധ്യത്തോടുകൂടി തൊഴിൽ ചെയ്തിരുന്ന ഒരു മേഖലയാണ്. കേരളത്തിന് ഒരുപാട് വിദേശ നാണയം ശേഖരിച്ചിട്ടുള്ള ഒരു മേഖലയാണ്. അപ്പോൾ അവിടെ അവശേഷിക്കുന്ന ആ കുടുംബങ്ങളെ, തൊഴിലാളികളെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട പൊതുമേഖലാ സ്ഥാപനങ്ങളായി രൂപപ്പെട്ടത്. അപ്പോൾ ഞാൻ ചെയർമാനായി വരുന്നത് 2012-ലാണ്. അപ്പോൾ 2012 ചെയർമാനാകുമ്പോൾ എനിക്ക് കേരളത്തിൻ്റെ ബഹുമാനീയനായ മുഖ്യമന്ത്രിയും അന്നത്തെ വ്യവസായ മന്ത്രിയും നൽകിയ ഒരു നിർദ്ദേശം, ഈ തൊഴിലാളികൾ വളരെ സാധാരണക്കാരായവരാണ്, അവർക്ക് തൊഴിൽ കൊടുക്കണം. തൊഴിൽ കൊടുക്കുന്നതിന് പരമാവധി ശ്രമിക്കണം. അവരുടെ തൊഴിൽ കൊടുത്ത് അവരുടെ ജീവിതം ചിട്ടപ്പെടുത്തണം എന്നുള്ളതാണ് എനിക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശം. അപ്പോൾ ഞാൻ കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാനാകുമ്പോൾ ഞാൻ 3.25 വർഷം മാത്രമാണ്, 3 വർഷത്തിലേറെ മാത്രമാണ് അതിൽ ഇരുന്നിട്ടുള്ളത്. ഇത് കേരള ഹൈക്കോടതി പറഞ്ഞേക്കുന്ന കേസ് അന്വേഷണം 10 വർഷക്കാലത്തെ അന്വേഷണമാണ്. അതിൽ 5 വർഷം സഖാവ് PK ഗുരുദാസൻ കശുവണ്ടിയുടെ മന്ത്രിയായിരുന്ന കാലഘട്ടത്തിലെ 5 വർഷം ഉൾപ്പെടെയാണ്. അപ്പോൾ ഇത് എൻ്റെ മാത്രം വ്യക്തിപരമായ ഒരു അന്വേഷണമോ കേസോ അല്ല. അപ്പോൾ ഈ 10 വർഷത്തിൽ 3 വർഷം ഇരുന്ന ഒരാളാണോ ഇതിൻ്റെ എല്ലാ പാവഭാരവും പേറേണ്ടത് എന്നൊരു ചോദ്യം ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഞാൻ ചോദിക്കുകയാണ്. അപ്പോൾ അവിടെ ഞാനിരുന്ന സമയത്ത് 1 കിലോ തോട്ടണ്ടി പോലും വിദേശത്തുനിന്ന് ഇറക്കുമതി ചെയ്തിട്ടില്ല. നിങ്ങൾ മാധ്യമങ്ങൾ കൊടുക്കുന്ന വാർത്ത തോട്ടണ്ടി ഇറക്കുമതി അഴിമതി കേസെന്നാണ്. സ്വാഭാവികമായിട്ടും അവാസ്തവമായ ഒരു പ്രൊജക്ഷനാണ് ഇതിന് വരുന്നത്. നമുക്ക് വേറെ മാർഗ്ഗമില്ല. മാധ്യമങ്ങൾ അവരുടെ ധർമ്മം ചെയ്യുന്നു. മാധ്യമങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഇതിനകത്തെ വസ്തുതകൾ പരിശോധിക്കണം. നിങ്ങൾ അത് പരിശോധിക്കുമ്പോഴുള്ള ഗുണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഗുണവും ദോഷവും അറിയണം. എൻ്റെ വീട് CBI അന്വേഷണം നടത്തി. അവർ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം ഞാൻ നൽകി. അവർ ഇപ്പോൾ അവസാനമായി കണ്ടേക്കുന്നത് സ്റ്റോർ പർച്ചേസ് മാനുവൽ പാലിച്ചില്ല എന്നാണ്. ഇതുപോലൊരു കമ്മോഡിറ്റിയിൽ സ്റ്റോർ പർച്ചേസ് മാനുവലും ഇന്ത്യയിലെ നിയമങ്ങളും മാത്രമായി നോക്കിയിരുന്നാൽ ആഫ്രിക്കയിലെ തോട്ടണ്ടി കൊണ്ടുവരാൻ കഴിയത്തില്ല. ഓരോ രാജ്യത്തും ഓരോ സമയത്താണ് ഈ തോട്ടണ്ടി ഉണ്ടാകുന്നത്. അപ്പോൾ അത് അവിടെ ഇൻ്റർവ്യൂൻ ചെയ്തിട്ട് തോട്ടണ്ടി എടുക്കുന്നതിന് കരാർ കൊടുക്കുന്നത് പുതിയ കാര്യമല്ല. ഈ സ്ഥാപനം ഉണ്ടായ കാലം മുതലുള്ളതാണ്. അപ്പോൾ അതിന് തയ്യാറായി വരുന്നവർ അതിൻ്റേതായ പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് കൊടുക്കുക. ഞാൻ 628 ദിവസം ജോലി കൊടുത്ത ആളാണ്. 3.25 വർഷം സർവ്വകാല റെക്കോർഡാണ്. നിങ്ങൾക്ക് ഇപ്പോഴും പരിശോധിക്കാം. അപ്പോൾ ഈ 628 ദിവസം ജോലി കൊടുക്കുമ്പോൾ ഒരു വർഷം ആവറേജ് 200 ദിവസം ജോലിയാണ്. അങ്ങനെ ജോലി കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചൊരു തൊഴിലാളി പ്രവർത്തകൻ കൂടിയായ എൻ്റെ ഏറ്റവും വലിയ നേട്ടമായി കാണുന്നത്. ഞാനൊരു വിദേശയാത്ര കശുവണ്ടി എടുക്കാനായി പോയിട്ടേ ഇല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ എങ്ങനെയാണ്, പിന്നെ ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ. എനിക്ക് കൃത്യമായ രാഷ്ട്രീയ വിശ്വാസമുള്ള ഒരാളാണ് ഞാൻ. ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടി വർത്തമാനം പറയുന്ന ആളല്ല ഞാൻ. ഒരു പ്രത്യയശാസ്ത്രം മാറി പിടിക്കുന്ന ഒരാളുമല്ല. അതുകൊണ്ട് ഞാൻ ചെയർമാനായിരുന്ന സമയത്തെ കാര്യങ്ങൾ മാത്രമേ എനിക്ക് അതിൻ്റെ ഗൗരവത്തിൽ കാണാൻ കഴിയൂ. അപ്പോൾ ഞാൻ ഒരു ഗവൺമെൻറ്റിൻ്റെ 2 സെക്രട്ടറിമാർ ഉൾപ്പെടുന്ന ഒരു ബോർഡിലാണ് ഞാനിരുന്നത്. അതായത് ഇൻഡസ്ട്രീസിൻ്റെ അഡീഷണൽ സെക്രട്ടറിയും ഫിനാൻസിൻ്റെ അഡീഷണൽ സെക്രട്ടറിയും. ഒരു ഡിസെൻറ്റ് വോയിസ് ഇല്ലാതെ യുനാനിമസ് ഡിസിഷനെ എടുത്തിട്ടുള്ളൂ.
അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പൊതുപ്രവർത്തകൻ ഒരു സ്ഥാനത്ത് വന്നാൽ, മന്ത്രിയായാലും MLA ആയാലും ആരായാലും, അവർക്ക് ചെയ്യാവുന്ന എല്ലാ പരിമിതികൾക്കകത്തും സുതാര്യമായി മാത്രമേ ഞാൻ ഈ കാര്യത്തിൽ ഇടപെട്ടുള്ളൂ. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആരാണ് ഈ പെറ്റീഷൻ കൊടുക്കുന്നത്? ഒരേ ഒരു വ്യക്തി, ഒരു പാർട്ടിയില്ല, ഒരു സംഘടനയില്ല, ഒരേ ഒരു വ്യക്തി വിവരാവകാശ പ്രവർത്തകനെന്ന് അവകാശപ്പെട്ടുകൊണ്ട് കേരളത്തിൽ ഇന്ന് വരെ ഒരു സ്ഥാപനത്തിനെതിരെയും ഒരു വിവരാവകാശ നോട്ടീസ് പോലും കൊടുക്കാത്ത ഒരാളിനെ ഈ കേരളത്തിലെ മാധ്യമങ്ങൾ മാത്രമേ വിവരാവകാശ പ്രവർത്തകനെന്ന് അഭിസംബോധന ചെയ്യുള്ളൂ. എനിക്ക് പരാതിയില്ല, അതൊക്കെ ജനാധിപത്യത്തിൽ ഇങ്ങനെ പലതും നടക്കും. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഇൻറ്റൻഷൻ എന്താണെന്നെങ്കിലും മാധ്യമങ്ങൾ മനസ്സിലാക്കാൻ തയ്യാറാകണം. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, ഇതിപ്പോൾ 3ാമത്തെ തവണയാണ് സർക്കാർ ഈ സിബിഐയുടെ അപേക്ഷ തള്ളിക്കളയുന്നത്. ഇതിൽ പറയുന്നത് അങ്ങും പിണറായി വിജയനും തമ്മിലുള്ള ഒരു അവിശുദ്ധ ബന്ധത്തെക്കുറിച്ച് പോലും പറയുന്നുണ്ട്. അത്തരത്തിൽ പിണറായി താങ്കളെ സംരക്ഷിക്കുന്നതായി? ഞാൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹത്തെ ബഹുമാനിക്കുന്ന ഒരാളാണ്. പക്ഷേ അദ്ദേഹത്തിന് പോലും അറിയാമെന്ന് ഞാൻ കരുതുന്നു, എൻ്റെ വ്യക്തമായ രാഷ്ട്രീയമുള്ള ആളാണ്. ഞാനൊരു സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയൊന്നും ആരുടെയും പുറകെ പോകുന്ന ഒരാളല്ല. എത്രയോ ആളുകൾ, കോൺഗ്രസിൻ്റെ ആളുകൾ മലക്കം മറിഞ്ഞ് പോയി എനിക്ക് അങ്ങനെ ഒരു താല്പര്യമുള്ള ആളല്ല. വളരെ സ്നേഹത്തോടും ബഹുമാനത്തോടുമാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ വ്യക്തിപരമായി ഞാൻ കാണുന്നത്. അതിനൊരു കാരണമുണ്ട്. ഞാൻ സ്വന്തമായിട്ടുണ്ടാക്കിയതൊന്നുമല്ല. ഞാൻ ചെറുപ്പം മുതലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരായി വർത്തമാനം പറഞ്ഞ് ശീലിച്ച് വന്ന ഒരാളാണ്. 2004 മുതൽ 2009 വരെയുള്ള ഇന്ത്യയിലെ രാഷ്ട്രീയ സാഹചര്യം, UPA 1ാം ഗവൺമെൻറ് വരുന്നു. ആ ഗവൺമെൻറ്റിൽ ആണവ കരാറുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ആ ഗവൺമെൻറ്റിന് പിന്തുണ പിൻവലിക്കുന്നു. അതിനുശേഷം 2ാം UPA ഗവൺമെൻറ് വരുന്നു. കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് പ്രധാനമന്ത്രിയായിരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗും അവർ കൂടിയാലോചന നടത്തി INTUCയുടെ ഏതാണ്ട് 30ഓളം നേതാക്കന്മാരെ, ഞാനടക്കമുള്ളവരെ, പ്രധാനമന്ത്രിയുടെ വീട്ടിൽ യോഗം നടത്തി ഇന്ത്യയിലെ ഈ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇന്ത്യയിലെ ട്രേഡ് യൂണിയനുകൾ ഐക്യത്തോടെ പോയി അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള നിലപാടുകൾ എടുക്കണമെന്ന് കോൺഗ്രസിൻ്റെ അഭിപ്രായമാണ്. ഞാനതിനെ ശക്തമായി എതിർത്ത ആളാണ്. ഞാൻ INTUCയുടെ കേന്ദ്ര വർക്കിംഗ് കമ്മിറ്റിയിൽ ആദ്യമായി എഴുന്നേറ്റ് ഈ ഐക്യത്തിനെ എതിർത്ത ആളാണ്. എന്നെ അന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തിയത് ഹരീഷ് റാവത്ത് എന്ന് പറഞ്ഞ തൊഴിൽ മന്ത്രിയാണ്. കേന്ദ്ര തൊഴിൽ മന്ത്രിയായിരുന്ന, എൻ്റെ ഏറ്റവും എനിക്ക് വളരെ ബഹുമാനമുള്ള, ഉത്തരാഞ്ചൽ മുഖ്യമന്ത്രിയായിരുന്ന ഒരാളാണ്. ഈ ആളുകൾ പറയുന്ന ഇടതുപക്ഷത്തിൻ്റെ മുഖ്യമന്ത്രി അങ്ങേ സംരക്ഷിക്കുന്നു. ഞാൻ പലതവണ ഓഫറുകൾ വന്നിട്ടുണ്ട്. ഞാൻ ട്രേഡ് യൂണിയൻ ഐക്യത്തിൻ്റെ ഭാഗമാണ്. ഇടതുപക്ഷത്തിന് ഓഫറുകൾ വന്നിട്ടുണ്ട്. ട്രേഡ് യൂണിയൻ ഐക്യം എന്ന് പറയുന്നത് എൻ്റെ പാർട്ടി കൂടി തീരുമാനിച്ച് എന്നോട് പറഞ്ഞതാണ്. പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗിനെ ഞാൻ ഏറ്റവും കൂടുതൽ ആദരിക്കുന്ന ഒരു വ്യക്തിയാണ്. രാജ്യത്തിന് അദ്ദേഹം നൽകിയ സംഭാവനകൾ ഇവിടെ ഏത് എവറസ്റ്റ് കൊടുമുടിയിലും കയറി എന്ന് വിളിച്ചു പറയാൻ പറ്റുന്ന ആളാണ് ഞാൻ അദ്ദേഹത്തിനെ പ്രധാനമന്ത്രി അല്ലാതായതിനു ശേഷവും എന്ന് ഡൽഹി പോയാലും കാണുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൺസെപ്റ്റാണ് എൻ്റെ മനസ്സിനെ നയിക്കുന്നത്. സോണിയാഗാന്ധിയെപ്പോലെ കൊല്ലത്ത് ഞാൻ കൊണ്ടുവന്ന INTUC റാലി അഭിസംബോധന ചെയ്തുകൊണ്ട് കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി നടത്തിയ പ്രസംഗം സ്ക്രിപ്റ്റ് വെച്ചല്ല. സോണിയാഗാന്ധി നടത്തിയ പ്രസംഗം എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഇന്ദിരാഗാന്ധി അനുസ്മരിക്കുന്ന പ്രസംഗമായിരുന്നു കൊല്ലത്ത് നടത്തിയത്. നിങ്ങളുടെ കയ്യിൽ, മാധ്യമങ്ങളുടെ കയ്യിൽ റിപ്പോർട്ടുണ്ട്. ഞാൻ പറയുന്നത് കോൺഗ്രസിൻ്റെ അഭിപ്രായമാണ് ട്രേഡ് യൂണിയൻ ഐക്യം ഉണ്ടാകണമെന്ന് പറഞ്ഞത്. ഞാനുണ്ടാക്കിയാൽ കേരളത്തിലെ 3 ഉന്നതരായ 3 നേതാക്കന്മാർ ഡൽഹിയിൽ പോയി ചർച്ച ചെയ്തല്ലോ. സോണിയാഗാന്ധി അവരോട് പറഞ്ഞതെന്താണെന്ന് എനിക്കറിയാം. ട്രേഡ് യൂണിയനുകൾക്ക് അവർക്ക് ഐക്യം വേണം, ട്രേഡ് യൂണിയനുകളുടെ ആവശ്യങ്ങൾ അവർ ഏത് ഗവൺമെൻറ് ഇരുന്നാലും ഉന്നയിക്കട്ടെ എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ട്രേഡ് യൂണിയൻ ഐക്യം. ട്രേഡ് യൂണിയൻ ഐക്യത്തിൻ്റെ പരിമിതിക്കകത്താണ് ഞാൻ നിന്നിട്ടുള്ളത്. ഇപ്പോൾ പഞ്ചായത്ത് ഇലക്ഷൻ വരുന്നു, അസംബ്ലി തിരഞ്ഞെടുപ്പ് വരുന്നു. നമ്മൾ നമ്മുടെ പാർട്ടിയായിട്ട് മുന്നണിയായിട്ട് ആലോചിച്ചിട്ട് UDTFI ഞങ്ങൾ മാറി നിൽക്കുന്നു. ഈ പൊതു ഐക്യത്തിലില്ല. അതിൻ്റെ അർത്ഥമെന്ന് പറഞ്ഞാൽ പ്രത്യേക ശാസ്ത്രം നമുക്ക് കൃത്യമായിട്ടുണ്ട്. പിന്നെ കേരള ഗവൺമെൻറ് എന്ന് പറയുന്നതൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ജനങ്ങളുടെ തിരഞ്ഞെടുപ്പിൽ കൂടി അവർ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം ജനങ്ങളാണ് തീരുമാനിക്കുന്നത്. അത് ആ ജനവിരുദ്ധമാണ് എന്നുള്ള പല കാര്യങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾ എല്ലാ കാലത്തും പ്രതികരിച്ചിട്ടുണ്ട്. കെ കരുണാകരനോട് ജനങ്ങൾ പ്രതികരിച്ചിട്ടുണ്ട്, AK ആന്റണിയോട് പ്രതികരിച്ചിട്ടുണ്ട്, ഉമ്മൻചാണ്ടിയോട് പ്രതികരിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഇത് ബാധകമാണ്. ഒരു പബ്ലിക് ഓഡിറ്റ് എന്ന് പറയുന്നത് പൊതുപ്രവർത്തകരായി ഏത് സ്ഥാനത്ത് വരുന്നവർക്കുള്ളതാണ്. അതുകൊണ്ട് ഈ കേസുകളെയൊക്കെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. പക്ഷേ ഒരു ഒറ്റ ക്വസ്റ്റ്യനേ ഉള്ളൂ. ഈ വ്യക്തിയുടെ ഒരേ ഒരാൾ കേരളത്തിൽ ഈ പരാതി ഈ 12 വർഷം 13 വർഷം ഇതിന് നടത്താൻ അദ്ദേഹത്തിന് പണം ഇടുന്നതാണ്. അദ്ദേഹത്തിൻ്റെ ഇൻറ്റൻഷൻ എന്താണ്? INTUC ആഫീസിൽ അയാളുടെ റോൾ എന്തായിരുന്നു എന്ന് നല്ലതുപോലെ ഓർമ്മയുള്ള ഒരാളാണ്. അപ്പോൾ ഇതൊക്കെ വെച്ചുകൊണ്ട് നിങ്ങൾ മാധ്യമങ്ങളാണ് അദ്ദേഹത്തിനോട് ചോദിക്കേണ്ടത്, വാട്ട് ഈസ് യുവർ ഇൻറ്റൻഷൻ? നിങ്ങളുടെ എന്താ ഈ ലോകം മുഴുവൻ നന്നാക്കി കളയാൻ വേണ്ടിയാണോ? അങ്ങനെയാണെങ്കിൽ ഒരു പൊതുമേഖലാ സ്ഥാപനത്തിനെതിരെ അയാൾ ഇതുവരെ പരാതി കൊടുത്തിട്ടില്ലല്ലോ. നിങ്ങൾ കൊല്ലത്തെ മാധ്യമങ്ങൾ ചോദിക്കണം അദ്ദേഹത്തിനോട്. എനിക്ക് അദ്ദേഹത്തിനോട് ഇപ്പോഴും ബഹുമാനമേ ഉള്ളൂ.
ഒരു വിരോധവുമില്ല. പക്ഷേ ഒരു പബ്ലിക് ലൈഫിൽ വരുന്ന ഒരാൾ കുറ്റവാളിയാണ് എന്ന് സ്ഥാപിച്ചെടുക്കാനുള്ള വ്യഗ്രത നിർഭാഗ്യവശാൽ ജനാധിപത്യത്തിൻ്റെ കറുത്ത പൊട്ടാണ്. ഒരു സംശയമില്ല. ഏത് അന്വേഷണത്തെ നേരിടും? ഏത് അന്വേഷണത്തെയും സ്വാഗതം ചെയ്യും. എനിക്കെന്ത് ചെയ്യാൻ പറ്റും? അതുകൊണ്ട് അന്വേഷണം നടക്കട്ടെ. അന്വേഷണത്തിൽ എന്ത് വരുന്നോ അതൊക്കെ സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാണ്. എന്തായാലും അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഏത് അന്വേഷണത്തെയും സ്വാഗതം ചെയ്യുമെന്ന് തന്നെയാണ്. ട്രേഡ് യൂണിയനുകളുടെ ഐക്യമാണ് താൻ ആഗ്രഹിച്ചത്. അത് തന്നെയാണ് സോണിയാഗാന്ധിയുടെ നിർദ്ദേശം അങ്ങനെ തന്നെയായിരുന്നു. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഈ ട്രേഡ് യൂണിയനുകളുടെ ഐക്യവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയൊക്കെ ആയിട്ട് ബന്ധപ്പെടേണ്ടി വന്നത്. ഇതിൽ മറ്റൊന്നും രാഷ്ട്രീയമില്ല. തൻ്റെ രാഷ്ട്രീയം കോൺഗ്രസ് തന്നെയാണെന്നാണ് ഇപ്പോൾ ആർ ചന്ദ്രശേഖരൻ പറഞ്ഞിരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് എസ് അബു താഹിറിനൊപ്പം റിപ്പോർട്ടർ ദിലീപ് ദേഴ്സ്യ, ഇൻ റിപ്പോർട്ടർ, കൊല്ലം.